പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൻ ഇഫ് യു നോ യുവർ യുനോ പാർട്ട്ണർ ഫോർ ഇപ്പോൾ 2 വെരി ലോങ് വർഷമായിട്ട് ടൈം അല്ലേ? അറിയാവുന്ന ആളാണെങ്കിൽ പോലും മാരേജ് എന്നുള്ള സ്റ്റെപ്പിന് മുന്നേ ഇത്തരം ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബേസിക്കലി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ കല്യാണത്തിന് മുൻപ് ഒരു ഉണ്ടല്ലോ 3 അങ്ങനെ. ഡേയ്സ് ഒക്കെ നേരത്തെ ഒരു സ്റ്റേക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം 1 ഡേ വെച്ചിട്ട് പോയി തിരിച്ചു വരുന്ന പോലത്തെ ഒക്കെ ശരി. ആണ് ഇപ്പോൾ. ഇപ്പം പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിലീജിയസ്ലി ബൗണ്ട് ചെയ്തിട്ടാണ് പറയുക അല്ലേ? അതായത് ഫറക്കെ അറിയാമോ? അതെ, ഞാനത് പറയാൻ കാരണം അവിടെ ഒരു കൗൺസിലിംഗ് കൂടിയിട്ടും ഹൗ ടു ഹാവ് എൻ ഇൻറ്റിമസി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കപ്പിള് ഒരു സെഷൻ എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച ആയിട്ടുള്ളൂ. ബട്ട് ദെൻ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അത് അച്ഛന്മാരങ്ങനെ അങ്ങനൊരു ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് ദെൻ നമുക്ക് മനസ്സിലായില്ല, നമുക്കറിയില്ല. അപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇൻറ്റിമസിനെ കുറിച്ച് പറയലോ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരുമിക്കണം എന്ന് പറയുന്ന ഒരു സ്പേസ് അല്ല. നിങ്ങൾ ബേസിക്കലി ഇപ്പം ഞാൻ നേരത്തെ ഫറടുത്ത് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ കല്യാണം എന്ന് വിചാരിക്കുമോ, ഞാൻ ചെല്ലുന്നത് വേറൊരു വീട്ടിലേക്കാണ്. ആ വീട്ടിൽ ആ വീടിൻ്റെതായിട്ടുള്ള നോംസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടു വളർന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് അജിറ്റേറ്റഡ്. അത് ശരിയല്ല എന്ന് എനിക്ക് ചിന്തിക്കാനും പറ്റും. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ എങ്ങനെ സ്ഥാപിക്കും? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ വീട്ടിലുള്ളൊരു നോമായത്. അതിനെ ഇപ്പം വന്ന ഒരാൾ, അതിപ്പോൾ രണ്ടും കേട്ടോ, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും നിന്റെ വീട്ടിലെന്താ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അച്ഛനല്ലേ? ഇപ്പോൾ ചില വീട്ടിലൊക്കെ പറയാറുണ്ട് അമ്മ അടുക്കളയിലെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ കറണ്ട് കാശ് അടയ്ക്കാൻ പോലും അതൊന്നും അമ്മയുടെ പണിയല്ല, നിന്റെ അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. നിങ്ങൾ 2 ഇൻഡിവിജ്വൽസ് ആണ്, 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. വൈ ഡു യു വോണ്ട് ടു ക്വസ്റ്റ്യൻ ഈച്ച് അതർ? വൈ ഡു യു വോണ്ട് ടു ബ്ലെയിം ഈച്ച് അതർ? നിങ്ങൾക്കത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇനി എൻ്റേതായിട്ട് ഇതിപ്പോൾ ഞാനും കൂടി ഉപയോഗിക്കുന്ന വീടാണ്, എൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വേണം, ഇതൊക്കെ കേൾക്കുന്നതാണ് കോമൺ ആയിട്ട് കൺസേൺ ആയിട്ട്. ഒരാൾ പറഞ്ഞതാ, എന്താ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു, ഇപ്പോൾ ഈ വീട് ഈ റൂം എൻ്റെ അല്ലേ, അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഞാൻ ഇഷ്ടമുള്ള രീതിയിലേ വെക്കുള്ളൂ. നോക്കൂ, ഞാൻ ആർക്കും എഗെയിൻസ്റ്റ് പറയല്ല. പക്ഷെ ആ വീടെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലയൻറ്റിൻ്റെ വീടെന്ന് പറയുന്നത് ഇങ്ങനെ മറ്റേ വെച്ചാരാധനകളൊക്കെ ഉള്ള ഭയങ്കര ഒരു എന്താ പറയുക, കൺവെൻഷണൽ, ഭയങ്കര ഒരു ബ്രാഹ്മൺ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അവർക്ക് അങ്ങനെ പൂജയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള വീടാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ കല്യാണം കഴിച്ചത്. ബട്ട് ദെൻ ദേ ഡോണ്ട് വാണ്ട് ഹർ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ എനി ഓഫ് ദിസ് റിച്വൽസ്. പക്ഷെ അവർക്ക് ചില കാര്യങ്ങൾ പറ്റില്ല എന്നുണ്ട് ആ വീട്ടിൽ. പക്ഷെ ഇയാൾക്ക് ഈ പറഞ്ഞ അത് പേട്രിയാർക്കി ആണ് എന്നും പറഞ്ഞിട്ട് ആ നോംസ് എല്ലാം പൊട്ടിക്കണം. നോംസ് പൊട്ടിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കോൺസിക്വൻസസോ? ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ അവരത് മനസ്സിലാക്കി തിരുത്തും. നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യാം. ആ കോൺസിക്വൻസസിനെയും കൂടി ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തു. അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനിലേക്ക് വരാം, ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ മാറാം. ഇങ്ങനെ അവർ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ചായ കൊടുക്കുന്നത് അമ്മയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഫസ്റ്റ് ഡേ ആണ്, ഞാനാണ് വൈഫ്, ഞാൻ കൊടുക്കാം. ചിലപ്പോൾ അത് ഫസ്റ്റ് ഡേ അതങ്ങനെ സംഭവിക്കും. സെക്കൻഡ് ഡേ 3rd ഡേ ചിലപ്പോൾ അമ്മയ്ക്ക് അത് സങ്കടമാവും, ചിലപ്പോൾ അമ്മ അത് ടേക്കപ്പ് ചെയ്യും. അപ്പം എന്നെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം അമ്മയാണ്. ആ ഡയമെൻഷനിലേക്കാണ്, ആ ഒരു റൂട്ടിലേക്ക് ഇതൊക്കെ പോണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്നിരിക്കുവാണെങ്കിലും ഇപ്പം നമ്മൾ പെൺകുട്ടികളാകുമ്പോഴത്തേനും നമ്മുടെ അമ്മമാർ ഒബ്വിയസ്ലി കുറച്ച് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് മറ്റേ സൺ ഇൻ ലോസിനെ ആയിരിക്കും, ഇല്ലേ? പക്ഷെ അതുപോലെ ഡോട്ടർ ഇൻ ലോനെ കൺസേൺ ചെയ്യുന്നില്ല. അത് സങ്കടമാണ് ഡെഫിനറ്റ്ലി. ബട്ട് നമുക്ക് അതിൻ്റെയൊക്കെ പേരിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ആ ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ വന്നൊരാളാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന കാര്യം, നമ്മൾ പെൺകുട്ടികളെ വീട്ടിലേക്ക് ആൺകുട്ടികളൊന്ന് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ അഡീഷണൽ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്കേ, ഇപ്പം നമ്മുടെയൊക്കെ ഹസ്ബൻഡ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു ഡ്രസ്സ് മേടിക്കും, അവർക്ക് കുറച്ചും കൂടി എളുപ്പമാവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമ്മളും കൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സത്യത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഈ മെയിൽ പാർട്ട്നേഴ്സാണ്, അല്ലാതെ ഇതൊക്കെ അവരുടെ അമ്മ ചെയ്തോളൂ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ചെയ്തോളും എന്ന് പറയലല്ല.
ഈ കുട്ടി എൻ്റെ വൈഫായിട്ട് ഈ വീട്ടിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അതിപ്പോൾ അമ്മ നോക്കി ചെയ്തോളൂ. എന്ത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നീ അമ്മയുടെ അടുത്ത് പറയും, അമ്മ അത് ചെയ്തു തരും. ഇത് ഇത്രയും പോലും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്ത നിങ്ങളെ കല്യാണം കഴിക്കണ്ട.